ഹലോ എവ്രി വൺ, നാച്ചു സാറാണ്. 10ാം ക്ലാസ്സിലെ പരീക്ഷയൊക്കെ നമ്മൾ ഗംഭീരമായി എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെയ് മാസം ആദ്യത്തെ ആഴ്ചയാണ് റിസൾട്ട് വരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് കൺഫ്യൂഷൻസും ഒരുപാട് എക്സൈറ്റ്മെൻറ്റും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. 10ാം ക്ലാസ് കഴിഞ്ഞ് അടുത്ത പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാൻ ഏത് കോമ്പിനേഷൻ എടുക്കും എന്നുള്ളതാണ്. അത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ചോദ്യമാണ്. നിങ്ങളുടെ ജീവിതത്തെ അത്രമേൽ ഗംഭീരമായി സ്വാധീനിക്കാൻ പോകുന്ന ഒരു വലിയ തീരുമാനമാണ് +1 ഞാൻ ഏത് കോമ്പിനേഷൻ എടുത്ത് പഠിക്കും എന്നുള്ളത്. വലിയ തർക്കങ്ങളില്ലാതെ നമ്മളെല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് +1 സയൻസ് കോമ്പിനേഷൻ എടുക്കുന്നത് ഒരുപാട് പോസിബിലിറ്റീസ്, ഒരുപാട് കരിയർ സാധ്യതകൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നിട്ട് തരും എന്നുള്ളത്. ഒരുപാട് അനന്തമായ സാധ്യതകളാണ് നിങ്ങൾക്ക് മുമ്പിലുള്ളത്. നമ്മളിനി ജീവിക്കാൻ പോകുന്നത്, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരം ടെക്നോളജിയുടെ വലിയ സാധ്യതകളുടെ ഒരു ലോകത്തിലാണ്. ഞാൻ ഉറപ്പായിട്ടും +1 സയൻസ് എടുക്കുക എന്നുള്ളത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനമാണ്. എന്നാൽ ആ തീരുമാനം എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത്, ഏറ്റവും ഗംഭീരമായ ഒരു റിസൾട്ടിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ മാത്തമാറ്റിക്സോ ഒന്നുമല്ല നിങ്ങൾ +1 കാണാൻ പോകുന്നത്. ഇതൊരു പേടിപ്പിക്കലൊന്നുമല്ല, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിമൈൻഡറാണ്. എല്ലാ വർഷവും കുട്ടികൾ കാണിക്കുന്ന ഒരു അബദ്ധമാണ് 10ാം ക്ലാസ്സിലെ സയൻസ് സബ്ജക്റ്റുകൾ വെച്ചിട്ട് +1 നിങ്ങൾ എടുക്കാൻ പോകുന്ന കോമ്പിനേഷനെ ജഡ്ജ് ചെയ്യുക എന്നുള്ളത്. എന്നാൽ നമ്മൾ ആ പഠിച്ച സയൻസ് സബ്ജക്റ്റുകളുടെ എത്രയോ മടങ്ങ് ഗ്രാവിറ്റിയും ഇൻറ്റൻസിറ്റിയും ഉണ്ട് +1 ഓരോ സബ്ജക്റ്റുകൾക്കും. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി നേരത്തെ പ്രിപ്പയർ ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പറഞ്ഞു വരുന്നത് നമ്മൾ നമ്മുടെ അവധിക്കാലം മുഴുവനായിട്ട് സാക്രിഫൈസ് ചെയ്യണമെന്നോ ഉത്സവങ്ങളോ ആഘോഷങ്ങളോ ഒക്കെ മാറ്റി നിർത്തണോ എന്നൊന്നും അല്ല. നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തെ 100% ബാക്ക് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ 10ാം ക്ലാസ്സിൽ നിന്ന് +1 ആ ട്രാൻസിഷൻ എളുപ്പമാക്കാനുള്ള എല്ലാ പരിപാടികളും നമ്മൾ ചെയ്തു വെക്കണം. കാരണം ഉറപ്പായിട്ടും അതിന് നിങ്ങൾക്ക് നിലവിൽ സമയമുണ്ട്. +1 എത്തി സ്കൂളുകളിൽ സിലബസ് തുടങ്ങി ചാപ്റ്റേഴ്സിലേക്ക് ഡൈവ് ഇൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പല കൺഫ്യൂഷൻസും ഉണ്ടാവും. നമ്മളെടുത്ത തീരുമാനങ്ങളെപ്പോലും നമ്മൾ കുറ്റപ്പെടുത്തുന്ന ഒരവസരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ വരെ സാധ്യതയുണ്ട്. അതൊക്കെ മാറ്റി നിർത്തണമെങ്കിൽ അത്രമേൽ ഗംഭീരമായി, അത്രമേൽ എളുപ്പമായി, അത്രമേൽ കോൺഫിഡൻ്റ് ആയിട്ട് ആ അക്കാദമിക് ഇയറിലേക്ക് നമ്മളൊരു പുഞ്ചിരിയോടെ കടന്നു പോകണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം 10ാം ക്ലാസ്സിൽ നിന്ന് +1 ഈ ഓരോ സബ്ജക്റ്റിൽ വരുന്ന മാറ്റങ്ങൾ ഏത് രീതിയിലാണ് എന്നത് തുടക്കം മുതലേ പഠിച്ചു പോകണം എന്നുള്ളതാണ്. ഫിസിക്സിലെ കെമിസ്ട്രിയിലെ ബയോളജിയിലെ മാത്തമാറ്റിക്സിലെ ആദ്യത്തെ ചാപ്റ്ററുകൾ ഏതൊക്കെയാണ്, അതിൽ പറയുന്ന കോണ്ടൻറ്റുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 10ാം ക്ലാസ്സിൽ റിസൾട്ട് വരുമ്പോൾ ഈ വർഷം ഏകദേശം ഒരു 60,000-ഓളം 70,000-ഓളം കുട്ടികൾക്ക് ഫുൾ A+ ഉണ്ടാവും. എന്നാൽ +1 ആ കണക്കുകളൊന്നും നമുക്ക് ഉണ്ടാവില്ല. ഫുൾ A+കാരുടെ ഫുൾ മാർക്കുകാരുടെ എണ്ണത്തിലൊക്കെ വലിയ കുറവുകളുണ്ടാവും. അതിൻ്റെ ലോജിക്ക്, റീസൺ വളരെ സിമ്പിളാണ്. സിലബസിൻ്റെ ഇൻറ്റൻസിറ്റി, ഗ്രാവിറ്റി കൂടുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ കൂടെ നിങ്ങളോട് പറയുന്നു, ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. അത്രമേൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള, നിങ്ങളുടെ കൂടെ എല്ലാ കാലത്തും നിന്നിട്ടുള്ള ടീച്ചേഴ്സ് എന്ന രീതിയിലുള്ള നിങ്ങളോടുള്ള ഒരു കരുതലാണ്. സോ നമ്മൾ നേരത്തെ തുടങ്ങുക എന്നുള്ളതാണ് അതിന് ഏറ്റവും സിമ്പിളായിട്ടുള്ള സൊല്യൂഷൻ. അതിന് ഞാൻ നിങ്ങൾക്ക് ഒരു എളുപ്പവഴി പറഞ്ഞു തരാം. അത് സൈലത്തിൻ്റെ അഗ്നി ബാച്ചാണ്. ഓൾറെഡി അഗ്നി ബാച്ചിൽ ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. +1 +2 സീരിയസ്നെസ് മനസ്സിലാക്കി ഞാൻ അവിടെ സ്കോർ ചെയ്യുന്ന മാർക്കുകളാണ് +2 ശേഷം ഞാൻ ഏത് കരിയർ ഓപ്ഷൻ സെലക്ട് ചെയ്യണമെന്ന്, എൻ്റെ ജീവിതത്തെ ഏത് രീതിയിൽ ഡിസൈൻ ചെയ്യണമെന്ന് ഒക്കെ തീരുമാനിക്കും എന്ന് മനസ്സിലാക്കി അവർ അവിടെ ഓൾറെഡി ഉണ്ട്. ഇനി നിങ്ങളുടെ അവസരമാണ്. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എത്രയും പെട്ടെന്ന് അഗ്നി ബാച്ചിൽ എൻറോൾ ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അത്രമേൽ കോൺഫിഡൻ്റായി ഒരു പുഞ്ചിരിയോടുകൂടെ +1 ആദ്യത്തെ ക്ലാസ് മുതൽ നമുക്ക് നേരിടാൻ വേണ്ടി പറ്റണം. സോ പീപ്പിൾ, ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. 10ാം ക്ലാസ്സിൽ നമ്മൾ എത്ര ഗംഭീരമായാണോ പഠിച്ചത്, അതിലും ഗംഭീരമായി, അതിലും അടിപൊളിയായി നമ്മൾ +1 പഠിക്കും. Come join us. Let's have a beautiful academic year together. Thank you.